നമസ്കാരം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒരു 5 വയസ്സുകാരിയും തമ്മിലുള്ള കൗതുകകരവും ഹൃദ്യവുമായ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുന്നത്. ചൈത്ര നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് കാൺപൂരിൽ നിന്നുള്ള യശസ്വനി എന്ന കൊച്ചുമിടുക്കി മുഖ്യമന്ത്രിക്ക് ഒരു കളിപ്പാട്ട ബുൾഡോസർ സമ്മാനമായി നൽകുന്നത്. ഭരണാധികാരി എന്ന നിലയിലുള്ള കർക്കശമായ പ്രതിച്ഛായയ്ക്കും അപ്പുറം കുട്ടികളോട് വാത്സല്യത്തോടെ ഇടപെടുന്ന യോഗി ആദിത്യനാഥിൻ്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായാണ് ഈ കൊച്ചു സമ്മാനത്തെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. ക്ഷേത്രത്തിലെ ജനതാ സന്ദർശനത്തിനിടെയാണ് ഈ വേറിട്ട സംഭവം അരങ്ങേറിയത്. സാധാരണക്കാരുടെ പരാതികൾ കേൾക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായാണ് യശസ്വനി തൻ്റെ കളിപ്പാട്ടവുമായി മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയത്. വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ച അദ്ദേഹം കുട്ടിയോട് കുശലാന്വേഷണം നടത്തുകയും നന്നായി പഠിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. ബുൾഡോസർ യോഗി ആദിത്യനാഥിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവാണെന്ന് താൻ കരുതുന്നത് കൊണ്ടാണ് ഇത്തരമൊരു സമ്മാനം തിരഞ്ഞെടുത്തതെന്ന് കുട്ടി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഉത്തർപ്രദേശിലെ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് ബുൾഡോസർ എന്ന വാക്ക് രാഷ്ട്രീയമായും ഭരണപരമായും വലിയ ചർച്ചകൾക്ക് വഴിമാറുന്ന സാഹചര്യത്തിൽ ഒരു കുട്ടി ഇതേ കളിപ്പാട്ടം മുഖ്യമന്ത്രിക്ക് നൽകിയത് ഏറെ കൗതുകമുണർത്തുന്ന കാഴ്ചയായി. തനിക്ക് ലഭിച്ച ഈ കൊച്ചു സമ്മാനം കേവലം ഒരു കളിപ്പാട്ടമല്ലെന്നും മറിച്ച് ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസത്തിൻ്റെ തെളിവാണെന്നും യോഗി ആദിത്യനാഥ് എക്സിലൂടെ കുറിച്ചു. നിഷ്കളങ്കമായ വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് ഈ സമ്മാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നവരാത്രിയുടെ 9ാം ദിവസമായ മഹാനവമിയിൽ പെൺകുട്ടികളെ ദേവീരൂപമായി സങ്കല്പിച്ച് പൂജിക്കുന്ന കന്യകാ പൂജ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാനാണ് അദ്ദേഹം ക്ഷേത്രത്തിലെത്തിയത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന ഈ ചടങ്ങ് ഉത്തർപ്രദേശിലെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഗോരഖ്നാഥ് ക്ഷേത്ര പരിസരത്ത് നടന്ന ജനതാ സന്ദർശനത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പരാതികളുമായി എത്തിയത്. എല്ലാവരെയും നേരിട്ട് കാണുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ശ്രീരാമൻ്റെ ജന്മദിനമായ രാമനവമിയോടെ സമാപിക്കുന്ന ചൈത്ര നവരാത്രി ആഘോഷങ്ങൾ ഉത്തർപ്രദേശിൽ ഉടനീളം വലിയ ആവേശത്തോടെയാണ് കൊണ്ടാടുന്നത്. ഭരണാധികാരിയും സാധാരണക്കാരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്ന ഇത്തരം നിമിഷങ്ങൾ രാഷ്ട്രീയത്തിനുമപ്പുറം മാനുഷികമായ ഒരു തലത്തെ കൂടി അടയാളപ്പെടുത്തുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.